ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സാരം ലേണിംഗ്. ഇറ്റ്സ് മീ ബഹാവുദ്ദീൻ. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജേർണലിനെ കുറിച്ചിട്ടും ലെഡ്ജറിനെ കുറിച്ചിട്ടുമാണ്. അതായത് എന്താണ് ജേർണൽ, എന്താണ് ലെഡ്ജർ എന്നുള്ളതല്ല നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാൽ എക്സാമിനേഷന് 3 മാർക്കിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ജേർണൽ ആൻഡ് ലെഡ്ജർ. അതായത് ജേർണലിൽ ലെഡ്ജർ നമ്മുടെ വ്യത്യാസം എന്താണ് എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഏതൊരു ട്രാൻസാക്ഷനെ നമ്മൾ ആദ്യം റെക്കോർഡ് ചെയ്യില്ല എങ്ങോട്ടാ മക്കളെ? ജേർണലിലേക്കാണ് റെക്കോർഡ് ചെയ്യുക. സെറ്റ്. എന്നാൽ ആ ട്രാൻസാക്ഷനെ ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ കൊടുക്കുക, അത് ലെഡ്ജറിലേക്കുമായിരിക്കും. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ജേർണലിൽ ലെഡ്ജർ തമ്മിൽ ഡിഫറൻസ് നമുക്ക് നോക്കിയാലോ? എങ്കിൽ കയറിപ്പോറും മക്കളെ, ഇതാണ് ഡിഫറൻസ്. ഓക്കെ, എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആണ്. പൊതുവേ എല്ലാ ക്ലാസ്സുകളിലും എല്ലാ എക്സാമിനേഷനും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളെ. സോ എന്ത് ചെയ്യുക, നിർബന്ധമായും പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ജേർണലും ലെഡ്ജറും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, ബുക്സ് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി. അതായത് ജേർണലിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ട്രാൻസാക്ഷന് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത് എവിടേക്കാണ്? ജേർണലിലേക്കാണ്. അതുകൊണ്ട് ജേർണലെ വിളിക്കുന്ന പേരാണ് മക്കളെ എന്ത്? ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി. ക്ലിയർ അല്ലേ? എന്നാൽ ലെഡ്ജറിനെ വിളിക്കുന്ന പേരെന്താ? ജേർണലിൽ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യുക. എങ്ങനെ? ഏതൊരു ട്രാൻസാക്ഷനും ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ പെയ്ഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഓക്കെ, പെയ്ഡ് ക്യാഷ് ഇൻ ടു ബാങ്ക്. ഓക്കെ, ഈ ഒരു ട്രാൻസാക്ഷനെ ആദ്യം നമ്മൾ എങ്ങോട്ട് റെക്കോർഡ് ചെയ്യുക? ഫസ്റ്റ് ജേർണലിലേക്ക് റെക്കോർഡ് ചെയ്യും. ജേർണലിൽ നിന്നും ലെഡ്ജറിലേക്ക് റെക്കോർഡ് ചെയ്യും. അപ്പോൾ ജേർണലിനെ വിളിക്കുന്ന പേര് ബുക്ക് ഓഫ് പ്രൈം എൻട്രി ഓർ ഒറിജിനൽ എൻട്രി എന്നുള്ളതാണ്. അപ്പോൾ ലെഡ്ജറിനെ വിളിക്കുന്ന പേര് നമുക്കളെ ബുക്ക് ഓഫ് സെക്കൻഡറി എൻട്രി ഓർ ഫൈനൽ എൻട്രി. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഇതാണ് ലെഡ്ജറും ജേർണലും തമ്മിലുള്ള ഒന്നാമത്തെ ഡിഫറൻസ്. ഓക്കെ, രണ്ടാമത്തത്, ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. അതായത് ജേർണലിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുക. പറഞ്ഞ കാര്യം സെറ്റാണ്. എന്നാൽ ലെഡ്ജർ മക്കൾ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക? ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഇൻ എ അനലിറ്റിക്കൽ ഓർഡർ. ഓക്കെ, സോ മനസ്സിലാക്കി വെക്കുക. ജേർണൽ ആണെങ്കിൽ ക്രോണോളജിക്കൽ ഓർഡർ ആയിരിക്കും, ലെഡ്ജർ ആണെങ്കിൽ അനലിറ്റിക്കൽ ഓർഡർ ആയിരിക്കും മക്കളെ നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, ഓൾസോ കോൾഡ് മെമ്മറാണ്ടം ബുക്ക്. അതായത് ജേർണലിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ മക്കളെ? ഇറ്റ്സ് ഓൾസോ കോൾഡ് മെമ്മറാണ്ടം ബുക്ക് അല്ലേ? എന്നാൽ ലെഡ്ജറിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ മക്കളെ? ഓൾസോ കോൾഡ് പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പ്രിൻസിപ്പൽ ബുക്ക് എന്നാണ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്താ? ജേർണലിലേക്ക് ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്താൽ അതിന് വിളിക്കുന്ന പേരെന്താ? ജേർണലൈസിംഗ് എന്നാണ് വിളിക്കുക. എങ്ങനെ? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ജേർണൽ ഇസ് നോൺ ആസ് ജേർണലൈസിംഗ്. ഒന്നും കൂടി, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ദ ജേർണൽ ഇസ് കോൾഡ് ജേർണലൈസിംഗ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ജേർണലിലേക്ക് ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണെന്ത്? ജേർണലൈസിംഗ് അല്ലേ? എന്നാൽ ലെഡ്ജറിന്റെ കേസിലേക്ക് നമുക്ക് നോക്കിയാൽ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ടു ലെഡ്ജർ ഇസ് കോൾഡ് പോസ്റ്റിംഗ്. ഓക്കെ, ലെഡ്ജറിലേക്ക് നമ്മൾ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്താൽ അതിന് വിളിക്കുന്ന പേരെന്താ മക്കളെ? പോസ്റ്റിംഗ് എന്നാണ് വിളിക്കുക. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ ഒരു വാക്ക് എഴുതി വെക്കുക. കാരണം എക്സാമിനേഷന് പൊതുവെ 1 മാർക്കിന് ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണെന്നറിയാവോ? പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ടു ജേർണൽ ഇസ് നോൺ ആസ് ഡാഷ്. എന്താണ് ആൻസർ? ജേർണലൈസിംഗ് ആണ്. ക്ലിയർ അല്ലേ? മറ്റൊരു വൺ വേർഡ് ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്? ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എൻട്രീസ് ഇൻ ടു ലെഡ്ജർ ഇസ് നോൺ ആസ് പോസ്റ്റിംഗ്. പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? സോ ഈ 4 പോയിന്റ്സ് മക്കളെ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ജേർണൽ ലെഡ്ജർ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ ജേർണൽ ലെഡ്ജർ നമ്മൾ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ മക്കളെ, ഇത്തരത്തിലുള്ള കണ്ടന്റ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. സോ വീണ്ടും കാണുന്നവരേക്കും വണക്കം.